ഹലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ് കോസ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് കപ്ലാനിലുള്ള. അപ്പോൾ നമുക്ക് 240 മുതലാണ് കപ്ലാനിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് മുതൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. എ കമ്പനി ഓപ്പറേറ്റ് ഈ ജോബ് കോസ്റ്റിംഗ് സിസ്റ്റം. ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ജോബ് കോസ്റ്റിംഗ് സിസ്റ്റത്തിലാണ്. ജോബ് 812 റിക്വയേഴ്സ് $60 ഡയറക്ട് മെറ്റീരിയൽ വേണം, $14 ഓഫ് ഡയറക്ട് ലേബർ, 20 ഡയറക്ട് എക്സ്പെൻസ് എന്നിങ്ങനെയാണ് കോസ്റ്റുകൾ വരുന്നത്. ഡയറക്ട് ലേബർ ഈസ് പെയ്ഡ് 8 പെർ അവർ ആണ് ഡോളർ. പ്രൊഡക്ഷൻ ഓവർഹെഡ് അബ്സോർബ് ചെയ്യുന്ന റേറ്റ് $16 പെർ ഡയറക്ട് ലേബർ അവർ ആണ്. ആൻഡ് നോൺ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആർ അബ്സോർബ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 60% ഓഫ് പ്രൈം കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യന്? വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ജോബ് 812? ജോബ് 812ന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടാലോ? നമുക്ക് ആദ്യം കാണാൻ അറിയാം ഡയറക്ട് മെറ്റീരിയൽ അല്ലെ. ഡയറക്ട് മെറ്റീരിയലിന് സാറ് DM എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് മക്കളെ വരുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് $16 ആണ്. പിന്നെ വരുന്ന കോസ്റ്റ് എന്താ മക്കളെ പറയുന്നത്? $14 ഓഫ് ഡയറക്ട് ലേബർ. അതൊരു കോസ്റ്റ് അല്ലേ? യെസ്, ഡയറക്ട് ലേബർ കോസ്റ്റ് എത്രയാണ് വരുന്നത്? $20 ആണ്. പിന്നെ എന്താ മക്കളെ വരുന്നത് കോസ്റ്റ്? ഡയറക്ട് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. എത്ര? 20. ഡയറക്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞ സാർ എഴുതി എന്ത്? $20. മക്കളെ, എല്ലാ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ് ഇത് മൂന്നും കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈം കോസ്റ്റ് എന്ന്. അല്ലേ? നമ്മൾ പ്രൈം കോസ്റ്റ് കാണാൻ പഠിച്ചിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്ട് ലേബർ, ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് എക്സ്പെൻസ് ഇത് മൂന്നും ആഡ് ചെയ്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പ്രൈം കോസ്റ്റ് എന്ന് പേര് വിളിക്കുക. പ്രൈം കോസ്റ്റ് എത്രയാ മക്കളെ? ഇത് മൂന്നും നിങ്ങൾക്ക് ആഡ് ചെയ്താൽ കിട്ടുക 120 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? ആഴോ? ഇല്ല. ഇനിയുണ്ട് നമുക്ക്. നമ്മളോട് പറയുന്നുണ്ട് ഓവർ ഹെഡ് കോസ്റ്റ് ഉണ്ട് മക്കളെ. എന്തുണ്ട്? ഓവർ ഹെഡിനെ അബ്സോർബ് ചെയ്യണം. ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസ്? എത്രയാണ്? പെർ $16 ആണ് പെർ ഡയറക്ട് ലേബർ അവർ. നമുക്ക് എത്ര ലേബർ അവർ ആണ് ഈ ഒരു ജോബ് 812 എടുക്കുന്നതെന്ന് അറിയോ? ഇല്ല. പക്ഷെ നമുക്ക് കണ്ടൂടെ? എത്രയാ മക്കളെ ടോട്ടൽ ലേബർ കോസ്റ്റ് വരുന്നത്? എത്രയാണ്? 40 ആണ് ടോട്ടൽ ലേബർ കോസ്റ്റ്. അറ്റ് ടൈം പെർ അവർ നമുക്ക് ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഡയറക്ട് ലേബറിനെ പെർ അവർ നമ്മൾ പേ ചെയ്യുന്നത് എത്രയാണ്? $8 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ എത്ര അവേഴ്സ് ആണ് ഇയാൾ വർക്ക് ചെയ്തതെന്ന് കിട്ടത്തില്ലേ? 40 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ ടോട്ടൽ ഡയറക്ട് ലേബർ അവേഴ്സ് കിട്ടില്ലേ? എത്രയാണ്? 5 അവേഴ്സ് ആണ് വർക്കിംഗ് വരുന്നത് അല്ലെ. അതിന്റെ ബേസിസിൽ വേണം നമ്മൾ എന്ത് അലോക്കേറ്റ് ചെയ്യാനായിട്ട്? ഓവർ ഹെഡ് അബ്സോർപ്ഷൻ അലോക്കേറ്റ് ചെയ്യാനായിട്ട്. എന്നാ സാർ അലോക്കേറ്റ് ചെയ്യട്ടെ. എത്ര അവേഴ്സ് ആണ് ലേബർ അവേഴ്സ് വരുന്നത്? 5 ആണ്. ഇൻറ്റു ഒരു അവറിന് എത്രയാ മക്കളെ ചാർജ് ചെയ്യുന്നത്? ഓവർ ഹെഡ് എക്സ്പെൻസ് $16. അപ്പൊ മക്കളെ എത്ര വരും? ടോട്ടൽ 80 വരും കോസ്റ്റ് അല്ലെ. $18 വരും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടടാ. എന്തുണ്ട്? നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്. നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് മക്കളെ എത്രയാന്നാ പറഞ്ഞത്? നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്രൈം കോസ്റ്റിന്റെ 60% ആണ്. പ്രൈം കോസ്റ്റ് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 120 ആണ്. അങ്ങനെയെങ്കിൽ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് മക്കളെ പറഞ്ഞു തന്നെ സാറിന് എത്രയാണ്? പ്രൈം കോസ്റ്റ് 120 ആണ്. ഇൻറ്റു എത്രയാണ് മക്കളെ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ പെർസെന്റേജ്? പ്രൈം കോസ്റ്റിന്റെ 60% അല്ലെ. 60% ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 72 കിട്ടും. ഓക്കെ, 72 കിട്ടുമല്ലോ. അപ്പൊ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയി 72. ഇതും മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് ഫോർ ജോബ് 812 കിട്ടും. എത്രയാ പറഞ്ഞേ? പ്രൈം കോസ്റ്റ് 120, അതിന്റെ കൂടെ ഓവർ ഹെഡ് 18 ആഡ് ചെയ്യുക, പിന്നെ നോൺ പ്രൊഡക്ഷൻ കോസ്റ്റും 72 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. എത്രയാണ്? $272 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഇൻകറക്റ്റ് എന്നാണ് മക്കളെ ചോദിച്ചത്. നോക്കിയാലോ? ജോബ് കോസ്റ്റ് ആർ കളക്ടഡ് സെപ്പറേറ്റ്ലി, വെറാസ് പ്രോസസ് കോസ്റ്റ് നമ്മൾ ആവറേജ് ആണ് നോക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇൻ ജോബ് കോസ്റ്റിംഗ് ദ പ്രോഗ്രസ് ഓഫ് ജോബ് ക്യാൻ ബി അസർട്ടൈൻഡ് ഫ്രം ദ മെറ്റീരിയൽ റിക്വസിഷൻ ഓർ ജോബ് കാർഡ്. ശരിയാണ് മക്കളെ. ജോബ് കോസ്റ്റിംഗിൽ നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, ആ ജോബ് എത്രത്തോളം എത്തി, എത്രത്തോളം മെറ്റീരിയൽ അതിന് യൂസ് ചെയ്തു, ഇതൊക്കെ നമുക്ക് എന്ത് നോക്കിയാൽ മനസ്സിലാവും? മെറ്റീരിയൽ റിക്വസിഷൻ ആൻഡ് ജോബ് കാർഡ് നോക്കിയാൽ മനസ്സിലാവും. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. മൂന്നാമത്തെ നോക്കിക്കേ. ഇൻ ബാച്ച് കോസ്റ്റിംഗ് കോസ്റ്റ് പെർ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ ദ ബാച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ബാച്ചിലെ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ടോട്ടൽ ജോബ് കോസ്റ്റ് ഫോർ ടോട്ടൽ കോസ്റ്റ് ഫോർ ദാറ്റ് ജോബ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാച്ചസ്. ആ ഒരു
ബാച്ചിൽ എത്രത്തോളം നമ്പർ ഓഫ് ബാച്ചസ് ഉണ്ടാക്കിക്കിന് അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ ബാച്ച് കിട്ടും. അത് ശരിയാണ്. അടുത്ത മക്കളെ നോക്കിയേ, ഇൻ ജോബ് കോസ്റ്റിംഗ് ദ കോസ്റ്റ് ഓഫ് എനി വേസ്റ്റേജ് വിൽ ബി നോട്ട് ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു നോർമൽ പ്രൊഡക്റ്റ് കോസ്റ്റ്. അതായത് ജോബ് കോസ്റ്റിംഗിൽ എന്തെങ്കിലും വേസ്റ്റേജസ് വരികയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നില്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആഡ് ചെയ്യാറുണ്ട് വേസ്റ്റേജസ് വരുന്നത്. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഏതാണ് മക്കളെ? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? താഴെയുള്ള രണ്ട് ക്വസ്റ്റ്യൻസിനാണ് ഈ ഒരൊറ്റ പെർഫോമ വെച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഈ രണ്ട് ക്വസ്റ്റ്യൻ 242ഉം അതുപോലെ തന്നെ 243യും നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടോക്കിയാലോ എങ്ങനെയാണ്? നമുക്ക് ആദ്യം ചോദ്യം വായിച്ചു നോക്കാം. എ ഫേം യൂസസ് ജോബ് കോസ്റ്റിംഗ് മക്കളെ യൂസ് ചെയ്യുന്നു ആൻഡ് റിക്കവേഴ്സ് ഓവർഹെഡ് ഓൺ എ ഡയറക്ട് ലേബർ. അതായത് ഓവർഹെഡ്സിന് ഇവർ എങ്ങനെയാണ് മക്കളെ റിക്കവർ ചെയ്യുന്നത്? ഡയറക്ട് ലേബർ അവേഴ്സ് ഉപയോഗിച്ചുകാരാണ്. ഇവിടെ മക്കളെ 3 ജോബാണ് ഒരു പീരീഡിൽ നടന്നത്. ജോബ് 1, ജോബ് 2, ജോബ് 3. അതിൽ നമുക്ക് 3 തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, മെറ്റീരിയൽ എത്രയുണ്ട്, ലേബർ ഫോർ ദ പീരീഡ്. ഇനി നമ്മളോട് പറയാണ് മക്കളെ, ദ ഓവർ ഹെഡ് ഫോർ ദ പീരീഡ് വേർ എക്സാക്ട്ലി ബഡ്ജറ്റ് ചെയ്ത പോലെയാണ് എത്ര? 1,40,000. ആക്ച്വൽ ലേബർ കോസ്റ്റ് വന്നത് സെയിം ബഡ്ജറ്റ് ചെയ്ത പോലെ തന്നെയാണ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ മക്കളെ. ജോബ് 1 and 2 were only ഇൻകംപ്ലീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. അതായത് മക്കളെ ജോബ് 1ഉം 2ഉം എന്ത് ചെയ്തിട്ടില്ല? ഇൻകംപ്ലീറ്റ് ആണ്. എന്തായിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളോട് ചോദിച്ചത് വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ വാല്യൂ കാണണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ജോബ് 3 വരുമോ? ഇല്ല. ഈ ജോബ് 3 എന്താണ്? കംപ്ലീറ്റഡ് ആണ്. അവിടെ നമ്മൾ അവിടെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവുമോ? ഇല്ല. ഏതിന് ജോബിനൊക്കെയാണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും? ജോബ് 1നും ഉണ്ടാവും, ജോബ് 2നും ഉണ്ടാവും അല്ലെ? അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ എത്രയാണ് ക്ലോസിംഗ് ഇൻവെന്ററി വരിക എന്നുള്ള കാര്യം. അപ്പൊ സാർ ഇവിടെ എടുക്കുകയാണ് ജോബ് 1 അതേപോലെ തന്നെ ജോബ് 2 അല്ലെ? അങ്ങനെയെങ്കിൽ സാർ ആദ്യം പിന്നെ ടോട്ടൽ എടുക്കുന്നുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചത്? ടോട്ടൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെന്ററി ആണ്. ക്ലോസിംഗ് പ്രോഗ്രസിന്റെ ടോട്ടൽ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ജോബ് 1ലെ മക്കളെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. സാർ അതിന് ഓപ്പണിംഗ് WIP എന്ന് കൊടുക്കുകയാണ്. എത്രയാണ് മക്കളെ WIP വരുന്ന ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്? ജോബ് 1ന് 8,500 ആണ്. ജോബ് 2ന് എന്തെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടോ? ഇല്ല, 0 ആണ്. മെറ്റീരിയൽ ഇൻ പീരീഡ് നോക്കിയാലോ. മെറ്റീരിയൽ എത്രയാണ് മക്കളെ ഇൻ പീരീഡ് വരുന്നത്? 17,150 ആണ് ജോബ് 1ന് വന്നത്. അത് ക്ലോസ് ഇൻ പ്രോഗ്രസ് ആണ്. അതേപോലെ തന്നെ ജോബ് 2ന് 2,9025 ആണ് അല്ലെ? ഇത്. ഇനി മക്കളെ ലേബർ എത്രയാണ് നമുക്ക് നോക്കിയാലോ. ഇനി എത്ര വേണം ലേബർ? 12,500 വേണം ലേബർ. പിന്നെ നമുക്ക് ജോബ് 2നാണെങ്കിൽ ലേബർ എത്ര വേണം? 23,000 വേണം. ഓക്കെ, ഇത് മാത്രം പോരാ. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മക്കളെ ഓവർ ഹെഡ്സ് ഉണ്ട് അല്ലെ? ഇതിലോട്ട് ഓവർ ഹെഡ്സും കൂടെ ആഡ് ചെയ്താലല്ലേ നമുക്ക് എക്സാക്ട് ക്ലോസിംഗ് ഇൻവെന്ററി വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഓവർ ഹെഡ്സിനെ മക്കളെ അലോക്കേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഓവർ ഹെഡ്സിനെ അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യും നോക്കിയാലോ മക്കളെ. എത്രയാണ് ലേബർ കോസ്റ്റ് ജോബ് 1ന് വന്നിരിക്കുന്നത്? ഇപ്പോ വേണ്ടതിന് എത്രയാണ്? 12,500. നമുക്ക് ആക്ച്വലി ടോട്ടൽ വന്ന ടോട്ടൽ വന്ന ലേബർ കോസ്റ്റ് എത്രയാണെന്ന് സാറ് പറഞ്ഞുതരൂ. ഈ 3 ജോബിനും, ജോബ് 1നും ജോബ് 2നും ജോബ് 3ക്കും കൂടെ വന്ന ടോട്ടൽ ലേബർ കോസ്റ്റ് എത്രയാന്ന് പറഞ്ഞുതരൂ. 12,500 പ്ലസ് 23,000 പ്ലസ് 4,500. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? 40,000. ഓക്കെ, 40,000 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. എത്രയാണ്? 40,000 ആണ്. അപ്പൊ ജോബ് ജോബ് 1ന്റെ സാറ് കാണാൻ പോവാണ്. ഓവർ ഹെഡ് 12,500 ആണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. എത്രയാണ് മക്കളെ ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്? 40,000 ആണ് അല്ലെ? ടോട്ടൽ വന്നിരിക്കുന്ന കോസ്റ്റ് എത്രയാണ്? 40,000 ആണ്. ഇൻറ്റു ഇതിൽ എത്രയാ മക്കളെ ടോട്ടൽ വന്ന് ശരിക്കും വന്ന ഓവർ ഹെഡ്സ് എത്രയാണ്? 1,40,000. അതല്ലേ നമുക്ക് കാണേണ്ട. അതിന്റെ എത്ര ശതമാനം വരും ഓവർ ഹെഡ് എന്ന്? അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മക്കളെ ആൻസർ എത്ര കിട്ടുക? ഇതൊന്ന് സോൾവ് ചെയ്താൽ $43750 ഓവർ ഹെഡ് കിട്ടും. അപ്പൊ ജോബ് 1ന്റെ ഓവർ ഹെഡ് കിട്ടിയ സാറിന് 43750. ഇനി സാർ അടുത്തതിന്റെ ചെയ്യട്ടെ, ജോബ് 2ന്റേത് ചെയ്യട്ടെ. മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞുതരൂ ജോബ് 2ന്റേത് എങ്ങനെയാ കാണുക? നമ്മൾ എങ്ങനെയാ ജോബ് 2ന്റേത് കാണുക? ജോബ് 2ന് വന്ന ലേബർ കോസ്റ്റ് എത്രയാണ്? 23,000 ആണ്. ഡിവൈഡഡ് ബൈ എത്രയാണ്? ടോട്ടൽ 3 ജോബ്സിനും കൂടെ വന്ന ലേബർ കോസ്റ്റ് എത്രയാണ്? 40,000 ആണ്. നമുക്കിനി എത്രയാണ് ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? 1,40,000 ഈ ജോബ് 2ലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അലോക്കേറ്റ് ചെയ്യാനുള്ളതിന് നമ്മൾ ഇൻറ്റു ചെയ്യും അല്ലെ?
അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും 18,500 ആയിരിക്കും. ഓവർ ഹെഡ് 1,40,000 18,500 ആണ് ജോബ് 2 വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഓവർ ഹെഡ്. അപ്പൊ എത്ര വരിക? 18,500. അങ്ങനെയെങ്കിൽ മക്കളെ ഇത് മൊത്തം ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓരോ ജോബിന്റെയും ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കിട്ടും മക്കളെ 81,900 ആണ്. ഇത് മൊത്തം ആഡ് ചെയ്താൽ ജോബ് 2ൻ്റെത് നിങ്ങൾക്ക് കിട്ടുക 132,525 ആണ് അല്ലെ. ഇതാണ് നിങ്ങളുടെ ക്ലോസിംഗ് ഇൻവെന്ററി ടോട്ടൽ വരുന്നത്. അപ്പൊ മക്കളെ നമ്മളോട് എന്താ ചോദിച്ചത്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ടോട്ടൽ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ? അതായത് ജോബ് 1ൻ്റെതും പ്ലസ് ജോബ് 2ൻ്റെ ആഡ് ചെയ്താലല്ലേ ടോട്ടൽ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടുക. അപ്പൊ മക്കളെ വാല്യൂ പറഞ്ഞു തന്നെ 81,900 ആണ് ജോബ് 1ന്, പ്ലസ് നമ്മൾ എത്രയും കൂടെ ആഡ് ചെയ്യും? ജോബ് 2ൻ്റെ 132,525 കൂടെ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടടാ? 214,425 കിട്ടും. ഓപ്ഷൻ ഡി കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് സാർ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ മക്കളെ. 243. ജോബ് 3 വാസ് കംപ്ലീറ്റഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ആൻഡ് കൺസിഡേർഡ് 2004. സാർ മുകളിലുള്ള വായിച്ചാളെ സോൾവ് ചെയ്യാണ്ടേനി നമുക്ക്. മക്കളെ ഒന്ന് നോക്കിക്കേ. ഈ ഒരു പീരീഡിൽ മക്കളെ എന്തായിട്ടുണ്ട്? ജോബ് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പീരീഡിൽ 2400 ഐഡന്റിക്കൽ സർക്യൂട്ട് ബോർഡ്സ് ആണ് നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ഫേം ആഡ് ചെയ്യുന്നത് മക്കളെ 50% ടു ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ടു അറൈവ് അറ്റ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്ര പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുന്നുണ്ട്? ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 50% ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ സർക്യൂട്ട് ബോർഡ്. ഈ വർഷം 2400 സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു സർക്യൂട്ട് ബോർഡിന്റെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇതെടുത്താല് ജോബ് 3 എടുത്താല് സാറ്. ജോബ് 3ൻ്റെ സാറ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ടോട്ടൽ കോസ്റ്റ് ജോബ് 3. മക്കളെ ടോട്ടൽ ഓപ്പൺ വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? ജോബ് 3ക്ക് ഓപ്പൺ വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? 46,000 ആണ് അല്ലെ. മെറ്റീരിയൽ യൂസ് ചെയ്തതായി ഒന്നും പറയുന്നില്ല, 0 ആണ്. അപ്പൊ അത് നമ്മൾ എടുക്കണ്ട. ലേബർ എത്ര മക്കളെ യൂസ് ചെയ്തിട്ടുണ്ട്? ലേബർ ടോട്ടൽ യൂസ് ചെയ്തത് 4,500 ആണ്. പിന്നെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ എന്തും കൂടെ ആഡ് ചെയ്യണം? ഓവർ ഹെഡ് ആഡ് ചെയ്യണ്ടേ മക്കളെ? ഓവർ ഹെഡ് ആഡ് ചെയ്യണ്ടേ? ഓവർ ഹെഡ് നേരത്തെ കണ്ട പോലെ ഒന്ന് പറഞ്ഞേ. ജോബ് 3ൻ്റെ ഓവർ ഹെഡ് എങ്ങനെയാ കാണുക മക്കളെ? ഓവർ ഹെഡ് ജോബ് 3ക്ക് എടുത്ത ലേബർ അവേഴ്സ് എത്രയാണ് നോക്കിക്കേ? 4,500 ആണ്. ടോട്ടൽ എത്ര അവേഴ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ 3 ജോബിനും കൂടെ? 40,000 അവേഴ്സ്. നമുക്ക് എന്താ മക്കളെ അലോക്കേറ്റ് ചെയ്യേണ്ടത്? ഇൻറ്റു എന്താണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? 1,40,000 ആണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ മക്കളെ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും എന്നറിയോ? 15,750 കിട്ടും. ഓക്കെ. അപ്പൊ സാറ് ലേബർ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യട്ടെ. 15,750. അപ്പൊ സാറിന് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടി. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് PC എന്ന് സാർ ചെയ്തതാണ്. എത്രയാ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് സാറിന് കിട്ടുക? 66,250 കിട്ടും. 66,250 കിട്ടും. നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 50% ഫേം പ്രൈസിൽ ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് ഇവർ വിൽക്കുന്നത്. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് മക്കളെ എത്രയാ? 66,250. അതിന്റെ 50% എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര വരും ആ ഫിഗർ? 33,125 വരും. 50%. അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. അതും കൂടെ സാർ ആഡ് ചെയ്യട്ടെ. 33,125. അങ്ങനെയെങ്കിൽ മക്കളെ ടോട്ടൽ നമുക്ക് കിട്ടുന്ന സെയിൽ വാല്യൂ കിട്ടൂലേ? സെയിൽ എത്രയായിരിക്കും? ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്രയും, അതിന്റെ കൂടെ നമ്മൾ ഇത്ര പ്രോഫിറ്റ് മാർജിൻ ആഡും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ടോട്ടൽ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 99,375 ആയിരിക്കും. ടോട്ടൽ കിട്ടുന്ന സെയിൽ വാല്യൂ. ഇനി നമ്മളോട് ചോദിച്ചത് മക്കളെ എന്താ? ഒരു സർക്യൂട്ട് ബോർഡിന്റെ സെയിൽ വാല്യൂ, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന ടോട്ടൽ സെയിൽ വാല്യൂ നമ്മളെ കയ്യിലുണ്ട്. എത്രയാണ്? 99,375. അപ്പൊ മക്കളെ ഒരു ബോർഡിന്റെ പ്രൈസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2400 ഐഡന്റിക്കൽ സർക്യൂട്ട് ബോർഡാണ് നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഒരു ബോർഡിന്റെ പ്രൈസ് കിട്ടണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ പോലെ 2400 പോലെ. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 41.41 ആൻസർ കിട്ടും ഡോളർ. അപ്പൊ ഏതാ ഓപ്ഷൻ മക്കളെ? സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താലോ? ഒന്ന് വായിച്ചു നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യന്. എ കമ്പനി യൂസസ് പ്രോസസ് കോസ്റ്റിംഗ് ടു വാല്യൂ ഔട്ട്പുട്ട് വാല്യൂ ചെയ്യാനായി പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നു. ഡ്യൂറിംഗ് ദ ലാസ്റ്റ് മന്ത് ഫോളോയിങ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഔട്ട്പുട്ട്, നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ ഒക്കെ തന്നിട്ടുണ്ട്.
വാട്ട് വാസ് ദി കിലോഗ്രാം വെർ ഇൻപുട്ട് ടു ദ പ്രോസസ്? പ്രോസസ്സിലോട്ടുള്ള ഇൻപുട്ട് എങ്ങനെയാണ് മക്കളെ? ഞാനൊരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് മൈനസ് ചെയ്ത് അതിൽ നിന്ന് ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അബ്നോർമൽ ഗെയിൻ ഓർ ലോസ് കിട്ടുന്നുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിഞ്ഞൂടെ? ഇവിടെ ഇൻപുട്ട് നമുക്ക് അറിയില്ല. ഇൻപുട്ട് സാർ എക്സ് എന്ന് എടുത്ത് ഇൻപുട്ട് എക്സ് എന്ന് എടുത്തു മൈനസ് നോർമൽ ലോസ് എത്രയാ മക്കളെ? ഫിഗർ തന്നിട്ടുണ്ട്. എത്രയാണ്? 300 കിലോഗ്രാം ആണ്. ഇനി മക്കളെ അടുത്ത നോക്കിക്കേ, 300 കിലോഗ്രാം ആണ്. ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ് നമുക്ക് കിട്ടിയത്? ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 2800 കിലോഗ്രാം ആണ്. ഇനി മക്കളെ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അബ്നോർമൽ ഗെയിൻ ഓർ ലോസ് കിട്ടും. ഇവിടെ എന്താ വന്നത്? അബ്നോർമൽ ഗെയിൻ ആണ്. അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ നമ്മൾ മക്കളെ അത് എങ്ങനെ കാണിക്കണം എന്ന് അറിയാം. നെഗറ്റീവിൽ കാണിക്കണം. -100 കിലോഗ്രാമിൽ സാറ് കാണിച്ചു. ഇനി സാർ ഈ ഓരോ ടേമിനെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ആദ്യം സാർ എന്ത് ചെയ്യാൻ പോവാണ്? എക്സിനെ മാത്രമാക്കി 300 ഗ്രാമും അവിടെ നിന്നോട്ടെ, -2800 സാർ അങ്ങോട്ട് കൊണ്ടുപോകാണ് ഇക്വേഷന്റെ റൈറ്റ് സൈഡിലോട്ട്. അപ്പൊ അതെന്തായി മാറും മക്കളെ? പ്ലസ് ആയി മാറും അല്ലെ? 1100 കിലോഗ്രാം പ്ലസ് എന്തായി മാറും? 2800 കിലോഗ്രാം. ഇനി മക്കളെ എക്സിനെ മാത്രം സാറ് കാണട്ടെ. -300 കിലോഗ്രാമിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ -100 കിലോഗ്രാം പ്ലസ് 2800 കിലോഗ്രാം. മക്കളെ ഇവിടെ എല്ലാം -300 കിലോഗ്രാം റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്തായി മാറും? +300 കിലോഗ്രാം ആയി മാറും. അപ്പൊ മക്കളെ എത്രയാണ് ഇൻപുട്ട്? ഇൻപുട്ട് അല്ല എക്സ് നമ്മൾ അസ്യൂം ചെയ്തത്. എത്രയായിരിക്കും ഇൻപുട്ട്? നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എത്രയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക? 3000 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ ആണോ? ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, താങ്ക് യു.